ഹലോ ഗായ്സ്, മാസ്കീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിനൂടെ ആൻസർ കൊടുക്കുന്നുണ്ട്. വൺ വേർഡ് ആയാലും എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മളിവിടെ ആൻസർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഏതായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ദ ഹിൻസ് ഓഫ് എ റിവോൾട്ട് ആർ ഗീവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ റിവോൾട്ട്. ആൻ ആർമഡ് റെബല്യൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ 1899. ദ ട്രൈബൽ റിവോൾട്ട് ഈസ് നോൺ ആസ് ഉൽഗുലൻ. ഉൽഗുലൻ എന്നാണ് ഈ ട്രൈബൽ റിവോൾട്ടിന് പേരുള്ളത്. ഉൽഗുലൻ എന്നാണ് ഈ ട്രൈബൽ റിവോൾട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഹിൻസ് വെച്ച് നമ്മളോട് ആൻസർ ഏതാണെന്ന് നോക്കാൻ പറയുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ? മുണ്ട റെബല്യൻ ആണ് അല്ലേ. ഉൽഗുലൻ എന്നറിയപ്പെടുന്നത് മുണ്ട റെബല്യനാണ്. രണ്ടാമത്തെ ചോദ്യം, അറേഞ്ച് ദ ബി അപ്രോപ്രിയേറ്റ് കോളം ടു എ. ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദ ഓപ്ഷൻസ് ഗീവൺ ബിലോ. ഇതിൽ കൊടുത്ത ഓപ്ഷൻസ് ഈ ആൾക്കാരും അവരുടെ തിയറിയും നമ്മൾ മാച്ച് ചെയ്തിട്ട് ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയണ്ടേ? അതിന് മുമ്പ് ഓരോരുത്തരും നമുക്ക് യോജിപ്പിച്ച് നോക്കാം. ദ ഡേവിഡ് റിക്കോർഡോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്. A3, B4, C2, D1. ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മൂന്നാമത്തെ ചോദ്യം, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ് കറക്റ്റ് നോക്കി എഴുതാനാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ഫോളോയിങ് വിൻ്റർ സോൾസ്റ്റിസ് ദ അപ്പിയറൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഫ്രം ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് നോൺ ആസ് ഉത്തരായനം. ഇത് ശരിയാണോ, കറക്റ്റാണോ? ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. ഫോളോയിങ് സമ്മർ സോൾസ്റ്റിസ് ദ അപ്പിയറൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. ഇതിലേതാണ് കറക്റ്റ്? അതെ, സ്റ്റേറ്റ്മെൻറ്റ് 1 അല്ലേ കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് നമുക്കിതിൽ കറക്റ്റ് ആൻസർ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നാലാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ ഹിൻസ് ഗീവൺ ബിലോ. ഈ തന്ന ഹിൻസിൽ നിന്നും ഈ പേഴ്സണിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫോർട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ്. ആര്യ മഹിളാ സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ശാരദാ സദൻ വാസ് സ്റ്റാർട്ടഡ് ഫ്രം ദ റീഹാബിലേഷൻ ഓഫ് വുമൻസ്. ഇത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം? അതെ, പണ്ഡിത രമാബായി ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ, പണ്ഡിത രമാബായി. സോ ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അഞ്ചാമത്തെ ചോദ്യം, ഒബ്സർവ് ദ വേൾഡ് മാപ്പ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് മാർക്ക്ഡ് ആസ് പി. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ലൈൻ. എന്താണ് ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അതെ, ഇത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ ഈ ക്വസ്റ്റ്യൻ എ ഓർ ബി ആണ്. ഇതിൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ കുറിച്ചാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിൽ ബി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്, എയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എൻ്റെ ആൻസർ നോക്കാം. നിങ്ങൾക്കിവിടെ കുറച്ച് ലെങ്ത്ത് കൂടുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ്, the 180 longitude is considered as the international date line. Travelers who move towards the crossing line add a day, and travelers who move towards the east calculate time by deducting a day. അപ്പോൾ അതാണ് നമ്മുടെ അഞ്ചാമത്തെ എൻ്റെ ആൻസർ. നമുക്ക് ബി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Estimate that local time is 15 degree west and 15 degree east longitudes when the Greenwich mean time is 8 AM. അപ്പോൾ ഇവിടെ 0 ഡിഗ്രിയിൽ 8 AM ആണ് കൊടുത്തത്. അപ്പോൾ നമ്മളോട് 50 ഡിഗ്രി ഈസ്റ്റ് എത്ര ടൈം ആവും എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 50 ഡിഗ്രി വെസ്റ്റ് എത്ര ടൈം ആവും എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ടൈം ഈസ്റ്റിലോട്ട് പോകും തോറും ആഡ് ആവുകയാണ്, ബട്ട് വെസ്റ്റിലോട്ട് പോകും തോറും കുറയുകയാണ്. അപ്പോൾ 1 hour
ഈസ്റ്റിലോട്ട് കൂടിയപ്പോൾ 9 AM ആയി. 1 hour വെസ്റ്റിലോട്ട് കുറഞ്ഞപ്പോൾ 7 AM ആയി. ഓക്കെ, ഈസ്റ്റിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ഹവേഴ്സ് ഇങ്ങനെ കൂടും, ബട്ട് വെസ്റ്റിലോട്ട് വരുമ്പോൾ അത് ഡിക്രീസ് ആയി വരും. ഇനി നമുക്ക് നെക്സ്റ്റ് പേപ്പറിലോട്ട് കിടക്കാം. ഇവിടെ എന്താണ് 6ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദ ടൈം ലൈൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതായിരിക്കും ഈ ഒരു ബോക്സ്. ഫസ്റ്റ് എന്താണ് ഇവിടെ കൊടുത്തത്, മഗ്ന കാർട്ട എന്നാണ് കൊടുത്തത്. സെക്കൻഡ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആഫ്റ്റർ ദ ഫ്രഞ്ച് റവല്യൂഷൻ. ബാക്കി എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ എ എന്താണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ബി യുണൈറ്റഡ് നാഷൻസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് കേട്ടോ. ഇത് രണ്ടുമാണ് എൻ്റെ ആൻസർ. ഈ ബ്ലൂവിൽ വെച്ച് എഴുതിയതാണ് കേട്ടോ ഇതിൻ്റെ ആൻസർ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7ാമത്തെ ചോദ്യം, എ ആൻഡ് ബി ആർ ഫ്രണ്ട്സ്. എ ബിൽഡ് എ ഹൗസ് ആൻഡ് ബി ബോട്ട് എ ലക്ഷറി കാർ. വാട്ട് കൈൻഡ് ഓഫ് നീഡ്സ് ആർ ഫുൾഫിൽഡ് ഇൻ ബോത്ത് കേസ്? എയും ബിയും ഫ്രണ്ട്സാണ്. എ ഒരു വീടുണ്ടാക്കി, ബി ഒരു ലക്ഷറി കാറും വാങ്ങി. അപ്പോൾ ഇവിടെ ഫുൾഫിൽ ചെയ്തത് ഈ രണ്ട് കേസിലും ഏതൊക്കെ തരം നീഡ്സാണ് ഫുൾഫിൽ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എ എന്താണ്, ബിൽഡ് എ ഹൗസ്, നമുക്കൊരു അത്യാവശ്യമുള്ള കാര്യമാണ് അല്ലേ. എ എന്ന് പറയുന്നത് ബിൽഡ് എ ഹൗസ്, നമുക്ക് ജീവിക്കണ്ടേ. പിന്നെ ബി എന്ന് പറയുന്നത് ബോട്ട് എ ലക്ഷറി കാർ, അത് നമുക്ക് സന്തോഷത്തിന് വേണ്ടിയാണ്, നമ്മൾ അമിതമായ സന്തോഷത്തിനും നമുക്ക് എളുപ്പമായി ജീവിക്കാനും വേണ്ടിയാണ്. അപ്പോൾ വീടുണ്ടാക്കുന്നതാണ് ഒരു ബേസിക് നീഡാണ്, ബട്ട് ലക്ഷറി കാർ വാങ്ങുന്നത് ഒരു ഗ്രാറ്റിഫൈഡ് നീഡാണ്. ഓക്കെ, അപ്പോൾ ബേസിക് നീഡ്, ബി ഗ്രാറ്റിഫൈഡ് നീഡ്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. ഇനി 8 to 11 വരെ നമുക്ക് 3 സ്കോറിനാണ്. ഹൂ ഡിസ്ക്രൈബ്ഡ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഈ 8ഉം 9ഉം ചെയ്തിട്ടില്ല, ബിക്കോസ് നമ്മൾ ആഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. നിങ്ങളോട് ക്ഷമിക്കുക, 8ഉം 9ഉം ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്നാൽ 10ലോട്ട് പോകാം നമുക്ക്. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ് ഇൻ കണ്ടംപററി ഇന്ത്യ. ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ് എന്താണ്? കണ്ടംപററി ഇന്ത്യയിൽ ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ് ആണ് ചോദിച്ചത്. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാന്ധിയൻ ഐഡിയാസ്. ഓർഗനൈസ് ഗ്രാമപഞ്ചായത്ത്, ഫോസ്റ്ററിങ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, പ്രൊഹിബിഷൻ ഓഫ് കൺസപ്ഷൻ ഓഫ് ഇൻടോക്സിക്കൻ്റ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് ഇഞ്ചുറിയസ് ഇൻ ഹെൽത്ത്, അപ്ലിഫ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിലുണ്ടായിരുന്നു. ഞാൻ ടെക്സ്റ്റിലുള്ള ഭൂരിഭാഗം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാന്ധിയൻ ഐഡിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഡിഫറെൻറ്റ് സീസൺസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എനി വൺ ഓഫ് ദം. നമ്മളോട് ഡിഫറെൻറ്റ് സീസൺസിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 നമ്മുടെ ഡിഫറെൻറ്റ് സീസൺസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ 4ൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതാണോ എഴുതിയത് നോക്കാം. 4 ക്യാരക്ടറിസ്റ്റിക്സും കൊടുക്കാൻ കാരണം നിങ്ങൾ ഏതാണ് എഴുതിയതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 ക്യാരക്ടറിസ്റ്റിക്സും ഇവിടെ കൊടുത്തത്. സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിൻ്റർ, ഈ 4 പേര് നിങ്ങൾ എഴുതണം. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയാൽ മതിയാവും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 12ാമത്തെ ചോദ്യം എന്താ? ഹൗ ഡിഡ് ദ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ആൻഡ് റൈറ്റ് വാരി സെറ്റിൽമെൻറ്റ് അഫക്റ്റ് ഫാമേഴ്സ്? എന്താണ്? ഞാൻ ഇവിടെ ആ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫീച്ചേഴ്സ് എന്നുള്ള സൈഡിലുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ബട്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇതിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബി ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ നീലം പെസൻറ്റ് റിവോൾട്ട് ഓഫ് 1859 in Bengal was the most important agrarian revolt against the British colonial rule. Explain the circumstances that led to this. സോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് കേട്ടോ. The British planters, indigo planters, forced the farmers to cultivate the indigo plant for the factories established in the village. Indigo produced from the Ameri plant could be sold
only to the British. The British paid less than the market price of indigo to the farmers. It led to severe food shortage, exploitation, and economic hardship. With the discovery of artificial dyes, the demand for indigo decreased and poverty increased. Left with no other opinion, the peasant turned to the path of agitation against the British. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. സോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 15th ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ സർക്യൂംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ദ സ്ട്രെങ്തൻ ഇന്ത്യൻ നാഷണലിസം ബേസ്ഡ് ഓൺ ദ ഗീവൺ ഹിൻസ്. ഇവിടെ കുറച്ച് ഗീവൺ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എക്കണോമിക് പോളിസി, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. ഓക്കെ, നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. എന്താണ്, ഞാനിവിടെ ഒരു PDF സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഞാൻ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. The British introduced modern English education in India in the 19th century to assert their cultural integration and create a compliant class. Education Indians gained exposure to Western ideals like democracy, freedom, egalitarianism, civil rights, etc. Western education helped Indians understand their nation's economic and social shortcuts. സോ 14th ചോദ്യത്തിലോട്ട് കിടക്കാം. രാജാറാം മോഹൻ റോയ് ഇനീഷ്യേറ്റഡ് ദ സോഷ്യൽ റിഫോംസ് ഇൻ ഇന്ത്യ. എക്സ്പ്ലെയിൻ ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയ് ഇൻ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്. എന്താണ്? He played a crucial role in abolishing sati, started many schools to impact modern education, started a school reform movement called Brahma Samaj, stood against idolatry and some argued that women have the right to inheritance, fought against child marriage and polygamy. ഓക്കെ, സോ ഇനി നമുക്ക് നിങ്ങളിത് വായിച്ചൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിൽ ബി ക്വസ്റ്റ്യൻ എന്താണ്? ദ റിവോൾട്ട് ഓഫ് 1857 വാസ് ആൻ ഓർഗനൈസ്ഡ് റെബല്യൻ ഇൻ ഇന്ത്യ അഗെയിൻസ്റ്റ് ദ അനലൈസ് ദ റിവോൾട്ട് ബേസ്ഡ് ഓൺ ദ ഇത്. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ആൻസർ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. അതിന് പകരം നമ്മൾ 15ാമത്തെ ആൻസറാണ്. എന്താണ്? സമ്മർ സോൾസ്റ്റേസും വിൻ്റർ സോൾസ്റ്റേസും എന്താണെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട്, അപ്പോൾ അതാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ നമ്മുടെ SS സോഷ്യൽ സയൻസ് ആൻസർക്ക് നമ്മൾ 3 വിട്ടുപോയി, അത് സാരമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതൊക്കെ ക്ലാസ്സിലെ ആൻസർ കീ വേണമെന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ വേണമെങ്കിൽ അത് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മാസ്കീസ് വ്ളോഗ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.